എന്ന് പറഞ്ഞ അതിങ്ങനെ തട്ടി അന്ന് നിങ്ങളുടെ തന്നെ എനിക്ക് കിട്ടേണ്ട രാജ്യാവകാശം എൻ്റെ അനുജന് ദാനം ചെയ്തു. ഇന്ന് എൻ്റെ മകന് കൊടുക്കേണ്ട രാജ്യാവകാശം ആ ദരിദ്രവാസിക്ക് ദാനം ചെയ്യുന്നു. രാജമാത ശബകാമി. ബല്ല, നിനക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ നിന്റെ അമ്മയെ കൊല്ലണമെന്ന്? 12,000 പടങ്ങൾക്ക് ഡബ് ചെയ്യുന്ന ഒരു ചെറിയ കാര്യമല്ല. അത് മാത്രമല്ല, ഒരു സമയത്ത് വീട്ടിൽ പോലും വരാൻ പറ്റാത്ത ഡബിങ് ആയിരിക്കും അല്ലേ? ഇത്രയും പടങ്ങൾ ഓടിച്ചാടി കിടന്ന് ചെയ്യേണ്ടത്. ഡബിങ് അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഇടയ്ക്ക് നാടക പ്രവർത്തനം കൂടെ ഉണ്ടായിരുന്ന കാരണം ഡബിങ്ങിൽ ചില ഡബിങ്ങുകൾ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഞാൻ 86 തുടങ്ങി പ്രൊഫഷണൽ നാടകം ചെയ്യുന്ന ആളാണ്. 2016 വരെ ചെയ്തു. പിന്നെ ഒരു ഗ്യാപ്പ് ഉണ്ടായി. ഈ വർഷം വീണ്ടും ചെയ്യുന്നുണ്ട്. ഈ 2,000 പടങ്ങളുടെ എണ്ണം വല്ല എഴുതി വെച്ചിട്ടുണ്ടോ? എവിടെ? ഇല്ല. അത് എല്ലാ സ്റ്റാറുകളുടെയും പടം കാണും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത്രയും കൂടുതൽ എനിക്ക് കിട്ടാനുള്ള സാധ്യത ഒന്ന് ഈ അന്യഭാഷാ പടങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതും, പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ കോമഡിയും ചെയ്യും, ക്യാരക്ടറും ചെയ്യും, വില്ലനും ചെയ്യും. അങ്ങനെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു പടത്തിൽ തന്നെ 2, 3, 4 വേഷങ്ങളൊക്കെ ഇപ്പൊ പിന്നെ അതിന് നിയന്ത്രണം വന്നിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് കിട്ടിയൊരു ആനുകൂല്യം. അപ്പൊ ശബ്ദം ഒരിക്കലും തിരിച്ചറിയുന്നില്ല. ഇല്ല. അത് ചുമ്മാ ഒരു കേൾക്കാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, ചോദിക്കും. ഒന്ന് ചെയ്ത് കാണിക്കാൻ പറ്റും? ഇപ്പൊ 3 രീതിയിൽ കാണിച്ചു. അതിന് കുഴപ്പമൊന്നുമില്ല. അതിപ്പോ ക്യാരക്ടർ വേഷത്തിന് സാധാരണ ഞാൻ എൻ്റെ ഇതേ ശബ്ദം തന്നെ ഉപയോഗിക്കും, ഇല്ലെങ്കിൽ ഇത്തിലൂടെ താത്തിയിട്ടുള്ള ശബ്ദം ഉപയോഗിക്കും. കോമഡിക്കാകുമ്പം കുറച്ചുകൂടി ഷാർപ്പായിട്ടുള്ള ഉപയോഗിക്കും. എന്നാ പറയുന്നത്? ചുമ്മാ അതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല. അവര് ചുമ്മാ അതിനൊന്നും ഒരു കാര്യമുള്ളതല്ല. അപ്പൊ ഇത് തന്നെയാണ് ഇപ്പൊ അടുത്ത ക്യാരക്ടറിന് വേണ്ടി ചെയ്യണേ. ഒന്ന് പോടാ വീടുന്നു. നീ പറഞ്ഞെന്താ കാര്യം ഇരിക്കുന്നത്? ഒരു കാര്യവുമില്ല. ഒരു കാര്യം പറഞ്ഞേക്കാം, ആവശ്യമില്ലാത്ത ഇടപാടും കൊണ്ട് വന്നാൽ അനുഭവിക്കേണ്ടി വരും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. അപ്പൊ അത് വേറെ. ഇപ്പൊ ഇതിന്റെ മിഡിലിൽ കിടക്കുന്ന വേറൊരു മിഡിൽ വോയിസ് എന്ന് പറഞ്ഞാൽ ഇവരിപ്പോ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷെ അങ്ങനെ ഒരു പറയാനായിട്ട് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ ആ കാരണമാണ് അന്വേഷിക്കേണ്ടത്. ആ കാരണം അന്വേഷിച്ച് പോകുമ്പോൾ അതിനകത്തൊരു കാര്യം കൂടെ ഉണ്ടാവും. അപ്പൊ ഈ കാര്യവും കാരണവും കൂടെ ആവുമ്പോൾ ഇതായിരിക്കും സംഭവിക്കുക. 3 ശബ്ദം കേട്ടോ. 3 ഇതായിട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എഞ്ചിനീയർ പറയും. അപ്പൊ ചേട്ടനെ വിളിച്ചിട്ട് ഒരു 5-6 സാധനം കിട്ടും. 2-3 പിടിക്കാൻ പറ്റി. അപ്പൊ എന്തായാലും പ്രൊഡ്യൂസർക്ക് ലാഭമോ? പ്രൊഡ്യൂസർക്ക് ലാഭം. ഒറ്റ പേയ്മെന്റിൽ ചേർത്തുള്ളൂ. അത്രേ ഉള്ളൂ. 9,000 ഒറ്റ പേയ്മെന്റ്. അല്ല, അതുകൊണ്ടല്ല ഞാനങ്ങനെ ഈ ഇക്കാര്യത്തിൽ ഭയങ്കര ആർത്തിക്കാരനൊന്നുമല്ല. നമുക്ക് ജീവിക്കാനുള്ളത് കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്നതാണ്. കല കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നടത്താൻ സാധിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യം ഞാനതിനൊക്കെ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ജോസിന് വാർത്തകൾ നിറഞ്ഞിരിക്കും. കൂടുതൽ ശ്രദ്ധ നേടിയത് ഇപ്പൊ എനിക്ക് വന്ന ബാഹുബലിയിലൂടെ അല്ലേ? ബാഹുബലി ഹിറ്റായപ്പോഴത്തേക്ക് ജോസേട്ടന്റെ മാർക്കറ്റേ കൂടി. ബാഹുബലി എനിക്ക് നല്ല മീറ്റർ ഉണ്ടാക്കി തന്ന ഒരു പടമാണ് ബാഹുബലി. ഞാൻ അതിനു മുമ്പും നാസർ സാറിന് കുറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ശ്രദ്ധിക്കപ്പെട്ട ഫിലിം ആയതുകൊണ്ടാണ് എനിക്ക് അതിനകത്ത് ഇത് കിട്ടിയത്. ഈ യഥാർത്ഥത്തിൽ നാസർ സാറിനോട്ട് എങ്ങനെ ഡബ് ചെയ്യാൻ വേണ്ടിയുള്ള സാഹചര്യം എങ്ങനെ വരുന്നത്? ആദ്യത്തെ പടത്തില് അതെന്ന് വെച്ചാൽ മങ്കൊമ്പ് സാറാണല്ലോ, മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സാർ. അങ്ങനെയാണ് ഈ പടങ്ങളെല്ലാം ഇങ്ങനെ അന്യഭാഷാ പടങ്ങൾ ഇവിടെ എടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ എടുത്തുകൊണ്ടിരുന്ന ആൾ മങ്കൊമ്പ് സാറാണ്. പിന്നെ സതീഷ് മുതുകുളം. അപ്പൊ അങ്ങനെ 1-2 ആൾക്കാരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പടങ്ങൾ എടുക്കുന്നത്. അപ്പൊ ഈ നാസർ സാറിന് വേണ്ടി ഞാൻ നേരത്തെ ഡബ് ചെയ്തിരിക്കുന്നത് കൊണ്ടും, പിന്നെ നാസർ സാറിന്റെ വോയിസും എൻ്റെ വോയിസും ഏറെക്കുറെ സമാനത ഉള്ളത് കൊണ്ടും, അതിനേക്കാൾ കൂടുതൽ അദ്ദേഹം നാടക പ്രവർത്തനം കൂടിയാണ് ഈ നാസർ സാർ. അപ്പൊ ഈ നാടകക്കാരുടെ ഒരു താളമുണ്ട്. നാടകക്കാരൻ ഡയലോഗ് പറയുമ്പോൾ കൃത്യമായിട്ട് അറിയാതുകൊണ്ട് അപ്പൊ ഞങ്ങൾക്ക് വളരെ പെട്ടെന്ന് സിങ്ക് ആവാൻ പറ്റുന്നത് എനിക്ക് സാറുമായിട്ട്. സാറിന്റെ ബാഹുബലി ഞാൻ ചെയ്ത ഒരൊറ്റ ദിവസം കൊണ്ടാണ്. രാവിലെ 11 മണിക്ക് തുടങ്ങി രാത്രി 9 മണിയായപ്പോഴത്തേക്ക് ഞാൻ കംപ്ലീറ്റ് പടം ചെയ്ത് കഴിഞ്ഞു. അതെ, എനിക്ക് വളരെ പെട്ടെന്ന് അങ്ങനെ വോയിസുമായിട്ടും അങ്ങനെ ക്യാരക്ടറുമായിട്ടും സിങ്ക് ആവാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നല്ല റിഥമുള്ള ആർട്ടിസ്റ്റാണ്. പ്രേക്ഷകർ കേൾക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ മുഖം ഓർമ്മ വരട്ടെ, അന്ന് ശബ്ദം കേൾപ്പിച്ച് എങ്ങനെയാണ് ഡബ് ചെയ്തേക്കുന്നത്? അങ്ങേർക്ക് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ ഡയലോഗ്, രാജമാത ശബകാമി.
ബല്ല, നിനക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ നിന്റെ അമ്മയെ കൊല്ലണമെന്ന്? ഞാൻ തുടിച്ചു. എന്റെ മകന് മാത്രം തരേണ്ട മുലപ്പാല് ആ ചെറുക്കനും കൂടെ കൊടുത്തില്ലേ, അന്നാ അവളെ ആദ്യമായിട്ട് എനിക്ക് കൊല്ലണമെന്ന് തോന്നിയത്. ബല്ല, അവളെ അങ്ങ് കൊന്നു കളഞ്ഞാലോ? സൂപ്പർ അഭിനയമുണ്ട് മുഖത്ത്, എല്ലാം വരുന്നുണ്ട് സാറേ. അതെ, അങ്ങനെ മാറുക എളുപ്പമുണ്ട്, ചെയ്യാൻ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് ഡബ് ചെയ്യാൻ എളുപ്പമുണ്ട്. അത് ശരിക്കും അദ്ദേഹത്തെ അരച്ച് കലക്കി കുടിച്ച് പഠിച്ചു വെച്ചേക്കും അല്ലേ മാനരസങ്ങളല്ല. അങ്ങേര് ഞാൻ പറഞ്ഞില്ലേ, അങ്ങേർക്കുള്ള ഞാൻ കണ്ടിരിക്കുന്ന നടന്മാരുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് അങ്ങേര് ഭയങ്കര റിഥമിക്കാണ്. ഈ നാടകക്കാർക്കാണ് പൊതുവില് ഈ താളബോധം കൂടുതലുള്ളത്. അപ്പൊ അങ്ങേര് നാടകക്കാരനും സിനിമാക്കാരനും കൂടെ ആയ കാരണം ഇത് രണ്ടും തിരിച്ചറിയാതെ കൊണ്ടുപോകുന്ന ഒരു ആർട്ടിസ്റ്റ് അങ്ങേരെന്ന് പറയുന്നത് ഈ നാസർ സാറ് ഭയങ്കര ആർട്ടിസ്റ്റ് അല്ലേ അങ്ങേര്. അപ്പൊ അങ്ങേർക്ക് ഡബ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണെന്ന് മാത്രമല്ല ഭയങ്കര സുഖമാണ്. എനിക്ക് സുഖമാണ് അങ്ങേർക്ക് ഡബ് ചെയ്യണത്, യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ. ചില ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി നമ്മൾ ഡബ് ചെയ്യുമ്പോൾ അവരുടെ ഈ താളം, ഡയലോഗിന്റെ താളം അത്ര നന്നായിരിക്കില്ല. പക്ഷെ നാസർ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പീഡിൽ പറഞ്ഞാലും അത് പിച്ച് കൂട്ടിയിട്ട് പറഞ്ഞാലും താത്തിയിട്ട് പറഞ്ഞാലും അതെല്ലാം റിഥമിക്കാണ്, ഭയങ്കര സുഖമാണ്. അല്ല തെലുങ്ക് വേർഷൻ അല്ലേ ഡബ് ചെയ്യുന്നത്, അപ്പൊ ഈ ലിപ്പ് പിടിക്കാനൊക്കെ എളുപ്പമാണ്. അത്രയും ലിപ്പ് പിടിക്കാതെ നേരത്തെ സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഏറെക്കുറെ മങ്കുമ്പ സാറാണ് സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ മങ്കുമ്പ സാറ് ഒപ്പം തന്നെ അതിൻ്റെ പ്രൊഡ്യൂസർ, മലയാളത്തിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന രാജു മല്യത്ത് സാറ്, പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു എഞ്ചിനീയർ, ഒരു തമിഴ്നാട്ടുകാരിയാണ്. ഇത് ഇവിടെ വെച്ചല്ല ഡബ് ചെയ്തത്, ഹൈദരാബാദിൽ വെച്ചാണ് ചെയ്യുന്നത്. അവരും ഭയങ്കര എക്സ്പെർട്ടായിരുന്നു. പിന്നെ ഈ രാജമൗലി സാറിൻ്റെ അസോസിയേറ്റ് ഒരു വിജയ് ഉണ്ടായിരുന്നു. രാജമൗലി സാറിൻ്റെ പകർപ്പ് തന്നെ ഒരാൾ. അപ്പൊ ഇവര് 4 പേരും കൂടെ കൂടിച്ചേർന്നിട്ടുള്ളൊരു ടീമാണ് ഇത് ചെയ്യിക്കുന്നത്. അപ്പൊ സ്ക്രിപ്റ്റിന്റെ കാര്യത്തിലായാലും അക്ഷരത്തിന്റെ കാര്യത്തിലായാലും അത് വളരെ ശ്രദ്ധിച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടുള്ള എളുപ്പം കിട്ടി. ഈ നാസർ സാർ ഇത് കണ്ട് അഭിപ്രായം എല്ലാം പറയുക. സാർ ഇത് വളരെ നല്ല അഭിപ്രായം പറഞ്ഞത്. തമ്മിൽ കണ്ടു നിങ്ങൾ? ഇല്ലില്ല, എനിക്കിതുവരെ അദ്ദേഹത്തെ കാണാൻ പറ്റിയിട്ടില്ല. ഇതുവരെ കണ്ടിട്ടില്ല? ഇല്ലില്ല, ശബ്ദത്തിലൂടെ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. ഇതര ഭാഷകൾ ചെയ്തതിൽ ഏറ്റവും നന്നായിട്ട് ചെയ്തിരിക്കുന്ന മലയാളമാണ്. അതുകൊണ്ട് മറ്റുള്ള ഭാഷകൾക്ക്, അങ്ങേര് ചെയ്യാത്ത ഭാഷകൾക്ക് ഇതായിട്ട് കൊടുത്തത് ഞാൻ ഡബ് ചെയ്തതാണ്. അതുപോലെ ആ മോഡുലേഷനിൽ ചെയ്യാൻ പറഞ്ഞു എന്നാ പറഞ്ഞത്. അതുകൂടെ എന്തോ ഇവിടെ അംഗീകാരം അല്ലേ? തീർച്ചയായിട്ടും. സാധാരണ നടന്മാരെന്ന് ഇത്രയും വലിയ പോപ്പുലാരിറ്റി ഉള്ള നടന്മാരൊന്നും പറയത്തില്ല എന്റെ ശബ്ദം ഇന്നാളെ കൊടുത്തതെന്ന്. അല്ല, അങ്ങനെ ഒരു ജാടക്കാരനല്ല. അതിന് വലിയ എളിമയാ. അങ്ങനെ പൊക്ക ആർട്ടിസ്റ്റാ, പൊക്ക ആർട്ടിസ്റ്റ്. നല്ല ആർട്ടിസ്റ്റിന് ഒരിക്കലും ഈ ജാട കാണിക്കാൻ പറ്റുമല്ലോ. കലയും ജാടയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ഉണ്ടോ? ഇല്ല. അങ്ങനെ ഇപ്പൊ മോഹൻലാല്, മമ്മൂക്കാക്ക് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ എന്ത് ചെയ്യണം? മോഹൻലാൽ, മമ്മൂട്ടി ഒക്കെ എന്ത് ചെയ്യണമെന്ന് ജാട കാണിക്കാനാണെങ്കിൽ കലാകാരന് ജാട കാണിക്കാൻ പറ്റില്ല, കാണിക്കാൻ പാടില്ല എന്നാണ് എന്റെ പക്ഷം. നിന്റെ അമ്മയുടെ നായ വരുന്നു. നായേ, എന്തു കുറയ്ക്കാൻ വന്നതാ? വരുന്നത് ഇദ്ദേഹമാണ് വരുന്നത്, മറ്റേ തമിഴ് നടൻ എന്തോ കട്ടപ്പ. കട്ടപ്പ വന്നേച്ച് പറയണത് ബാഹുബലിയെ രാജാവാക്കാൻ റാണി തീരുമാനിച്ചു, അമ്മ റാണി തീരുമാനിച്ചു എന്നാ പറഞ്ഞു. അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. പറഞ്ഞ പുള്ളിയാണെന്ന് പറഞ്ഞ അതിങ്ങനെ തട്ടി, അന്ന് നിങ്ങളുടെ തന്നെ എനിക്ക് കിട്ടേണ്ട രാജ്യാവകാശം എൻ്റെ അനുജന് ദാനം ചെയ്തു. ഇന്ന് എൻ്റെ മകന് കൊടുക്കേണ്ട രാജ്യാവകാശം ആ ദരിദ്രവാസിക്ക് ദാനം ചെയ്യുന്നു. അന്ന് എൻ്റെ മകൻ, അവൻ്റെ മകൻ, അവൻ്റെ മകൻ്റെ മകൻ, ഞങ്ങൾ ഇങ്ങനെ തലമുറ പോലും ദാസം ചെയ്യാൻ ഞങ്ങളെന്താ നിന്റെ ആദ്യമകളാ? കറക്റ്റ് ഓർമ്മയുണ്ട് ഇപ്പോഴും അല്ലേ? എടാ നായേ, അന്ന് എന്തുകൊണ്ട് എന്നെ രാജാവാക്കിയില്ല? എൻ്റെ ഈ ഒരു കൈയില്ലാത്തത് കൊണ്ടാ? ഒരു കൈ ഇല്ലെങ്കിൽ എന്താ ഉള്ള ഈ ഇരുമ്പ് കൈ പോലെ ഈ രാജ്യം ഭരിക്കാൻ ഒട്ട ഇന്ത്യയാണ്. സൂപ്പർ, അടിപൊളി. നമുക്ക് ആ വിഷ്വൽ മനസ്സിലേക്ക് വരികയാണ്. സൂപ്പർ, അടി ഫാന്റാസ്റ്റിക്. ഞാൻ ചോദിക്കുന്നത്, അന്ന് ഇതൊക്കെ ചെയ്യുമ്പോൾ ഇത്രയും വലിയ ഹിറ്റ് ആവുന്ന, ചരിത്രമാവുന്ന ഒരു പ്രതീക്ഷ ഉണ്ടാവും? അല്ല, ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു. അതിൻ്റെ ഒരു ടോൺ കണ്ട് നമുക്കറിയാം. സിനിമ ഡബ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ സിനിമ ഏത് റീച്ചില്ലെങ്കിൽ എവിടെ എത്തും.
ചില സിനിമകൾ കാണുമ്പോൾ അങ്ങനെ ക്രൗഡിന്റെ കോർഡിനേറ്റർ അടിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചില പടങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഞാൻ പറയും ഇത് ക്ലാസ്, ഇത് ഇത്ര ദിവസം ഈ പടം ഓടും. അല്ല ഒന്നാമത്തെ കാര്യം അന്ന് ഈ അന്യഭാഷ സിനിമയാണ്, മലയാളികളെ സ്വീകരിക്കും എന്നൊക്കെ ഒരു പ്രതീക്ഷ അന്ന് ഉണ്ട്. പക്ഷേ അന്യഭാഷാ പടമാണെങ്കിൽ പോലും അതിന്റെ ക്രാഫ്റ്റ്, പിന്നെ അതിന്റെ കഥ പറഞ്ഞു പോകുന്ന രീതി, അതിന്റെ വിഷ്വൽസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സിനിമയെ ഒരു 2-3 പതിറ്റാണ്ടുകൾക്ക് ശേഷം, എനിക്ക് തോന്നുന്നു ഷോലയ്ക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു തെക്കേ ഇന്ത്യൻ സിനിമ ലോകം വേൾഡ് വൈഡ് ആയിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബാഹുബലി. ബാഹുബലി മറ്റു പലതിൻ്റെയും മുന്നോടിയാണ്. അതൊരു പൈലറ്റായിരുന്നു ഈ ബാഹുബലി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു. അതിനുശേഷമാണ് ഇപ്പോൾ രാമായണം ചെയ്യണത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 2000 കോടി രൂപയോ മറ്റാണ് രാമായണത്തിന് മുടക്കിയിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ സ്ക്രിപ്റ്റ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് 4 ദിവസം ബോംബെയിലുണ്ടായിരുന്നു. അതും ഗംഭീരമാവും അല്ലേ?